മനസ്സ് നന്നാവട്ടെ. നമസ്കാരം, ഞാൻ കൃഷ്ണാരജി ആൻഡ് ദിസ് ഈസ് NSS യൂണിറ്റ് ഓഫ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവ് പ്രസൻറ്റിംഗ് ഒരു കോവിഡിയൻ ഡയറി പാർട്ട് 2. ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട്. നമ്മുടെ സമൂഹത്തിന് ഇതെന്തു പറ്റി? സംഭവിച്ചതെന്ത്? സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ത്? ഇനി സംഭവിക്കാനുള്ളതെന്ത്? മാനവരാശിയുടെ നാശം. ജാതി മത വർഗ വിവേചനങ്ങളുടെ പേരിൽ പരസ്പരം കൊന്നൊടുക്കിയ മനുഷ്യൻ. ഇത് പ്രാണവായുവിനായി മനുഷ്യനെ ആശ്രയിക്കുന്ന കാലം. തന്റെ ജീവന് വേണ്ടി കൈനീട്ടുമ്പോൾ അവൻ അറിയുന്നില്ല, അല്ല അവൻ അന്വേഷിക്കുന്നില്ല തന്റെ രക്ഷകൻ ഏത് മതക്കാരനാണെന്നോ ഏത് ദൈവവിശ്വാസിയാണെന്നോ. കഴിഞ്ഞ കാലങ്ങളിൽ താൻ അന്തരം കാണിച്ചവനായിരിക്കാം ഈ കാലത്ത് തന്നെ നെഞ്ചോട് ചേർക്കുന്നത്. മനുഷ്യരാശി തന്റെ അവസാന നാളുകൾ എണ്ണി കഴിയുമ്പോഴാണ് പലരും പലതും തിരിച്ചറിയുന്നതും അത് ഉൾക്കൊള്ളുന്നതും. ഒരു മനുഷ്യന് 6 അടി മണ്ണ് എന്ന വിശ്വാസത്തെ കാറ്റിൽ പറപ്പിക്കുകയാണ് 6 അടി മണ്ണിന് അനേകം അവകാശികൾ എന്ന വാദം. ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് നമ്മളിൽ പലരും. ഈ കാഴ്ചകൾ പോലും പലരുടെയും കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ടാകാം. എങ്കിലും എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചിലരുണ്ട്. അവർക്ക് ബോധോദയം ഉണ്ടാകാൻ അധിക കാലതാമസമൊന്നും വേണ്ടിവരില്ല. അതിനുള്ള തെളിവുകളാണ് ഭൂചലനം, പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, സ്ഫോടനം, ഇപ്പോൾ കൊറോണ. അവനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? 2020 മുഖ്യ അതിഥി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലോകമെമ്പാടും സുപരിചിതമായ ഒരു പദം, കൊറോണ അഥവാ COVID-19. മുൻകരുതലുകളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ലോക ജനതയെ വെറും നോക്കുകുത്തിയാക്കി ഭൂമിയെ വരിഞ്ഞുകൊടുത്തി തന്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയാണവൻ. ആരുടെ മുന്നിലും കീഴടങ്ങില്ല എന്ന് പറഞ്ഞ് അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയാണ് കൊറോണ എക്സ്പ്രസ്. എന്നാൽ ഇതിനെ പിടിച്ചുകെട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അഹോരാത്രം പ്രവർത്തിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരും അധികാരികളും. എല്ലാ ചുമതലകളെയും അവരുടെ കൈകളിൽ എത്തിച്ച് മാറി നിൽക്കുന്ന സമൂഹം ഇതിനെ അറിയില്ല. അധികാരി വർഗങ്ങൾ മാത്രം കണ്ണു തുറന്നിരിക്കുന്ന കാര്യമില്ല സോദരൻ. അവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും രോഗവ്യാപനം നിയന്ത്രണാതീതമായത് എന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രം: സഹകരണമില്ലായ്മ. ശേഷിക്കുന്ന ഓരോ ജീവനും ഓരോ പൗരന്റെയും കടമയാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ജീവന്റെ വില തിരിച്ചറിയാനുള്ള നിരവധി അവസരങ്ങൾ പ്രപഞ്ചം നമുക്ക് ഒരുക്കി തന്നു. ചിലർ അതിനെ കരുക്കളാക്കിയപ്പോൾ ചിലർ അതിനിരകളായി മാറി. എന്നാൽ മറ്റു ചിലരും ആരാണെന്നോ എന്താണെന്നോ ഏത് ദേശക്കാരനാണെന്നോ നോക്കാതെ സഹായഹസ്തങ്ങൾ നീട്ടി. മക്കൾ തെറ്റു കാണിച്ചാൽ മാതാപിതാക്കൾ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും. അത് സ്വാഭാവികമാണ്. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഭൂമിദേവി തന്റെ തലതിരിഞ്ഞ മക്കളെ ഒന്ന് നേരെയാക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. തന്റെ ശ്രമം പൂർണ്ണമായും ഫലം കണ്ടില്ല എങ്കിലും ഒരു പരിധിവരെ തന്റെ മക്കളെ നേരെയാക്കാൻ നേർവഴിക്ക് കൊണ്ടുവരാൻ ഭൂമിദേവിക്ക് സാധിച്ചു എന്ന് തന്നെ പറയും. ഒരു തരത്തിൽ പറഞ്ഞാൽ കൊറോണയോട് നന്ദി പറയാമല്ലേ? എന്തുകൊണ്ടെന്ന് ജീവന്റെ വില മനസ്സിലാക്കി തന്നെ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേല കിടക്കാം എന്നൊരു ചോദ്യമില്ല. അതിനെ യാഥാർത്ഥ്യമാക്കുകയാണ് ഒരു തരം സമൂഹം. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാൻ കഴിയും എന്നവർ തെളിയിച്ചു തന്നു. അതിന്റെ ചില നേർക്കാഴ്ചകളിലൂടെ ഒന്ന് കാഴ്ചവെച്ചുകൊണ്ട് നമസ്കാരം. നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് കേൾക്കുന്നതിൽ കൂടുതലും ദുഃഖകരമായ വാർത്തകളാണ്. എന്നാൽ ഇതിനിടയിലും നമ്മെ തേടിയെത്തുന്ന ചില സന്തോഷകരമായ വാർത്തകളുണ്ട്. അതിലൊന്നാണ് 100 വയസ്സുകാരിയായ വൃദ്ധ സ്ത്രീ, അതും ക്യാൻസർ പേഷ്യൻ്റായ അവർ കോവിഡിനെ അതിജീവിച്ചു എന്നത്. നമുക്കറിയാം, കോവിഡിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ പ്രായാധിക്യമായ അസുഖങ്ങളുള്ളവർക്ക് മരണം സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതുമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ 100 വയസ്സുകാരിയായ വൃദ്ധ സ്ത്രീ കോവിഡിനെ അതിജീവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുക. എന്നാൽ അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയായിരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ അത്ഭുതം ഇരട്ടിക്കാനാണ് സാധ്യത. എന്നാൽ ഇത് നടന്നത് മറ്റെവിടെയുമല്ല, മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിലാണ്. ഇൻഡോറിൽ നിന്ന് 60 കിലോമീറ്റർ മാറി ബർവാഹ പട്ടണത്തിലാണ് രുക്മിണി എന്ന 100 വയസ്സുകാരി ജീവിച്ചിരുന്നത്. വൈൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൻ്റെ പേരക്കുട്ടിയിൽ നിന്നുമാണ് അവർക്ക് ഈ രോഗം പിടിപെടുന്നത്. താൻ ക്യാൻസറിനെതിരെ പോരാടുന്ന വേളയിൽ തന്നെ തേടി കോവിഡ് എത്തിയെന്നറിഞ്ഞപ്പോൾ അവർ തളർന്നില്ല. പകരം സർവ്വ ഊർജവും എടുത്ത് അതിനെതിരെ പോരാടുകയും അതിൻ്റെ ഫലമായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇതിനവരെ സഹായിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഈ വിജയത്തിൻ്റെ പങ്ക് അവകാശപ്പെടാവുന്നതാണ്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഈ തലമുറ ചെറിയ കാര്യങ്ങളിൽ പോലും തളർന്നു പോകുന്നവരാണ്, ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ അവർക്കൊരു വലിയ മാതൃകയാണ് ഈ 100 വയസ്സുകാരിയായ രുക്മിണി. കൊറോണ എന്ന മഹാമാരി
ലോകത്തിൽ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടത്തിലൂടെ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 184 പ്രവാസികളെയും 6 ജീവനക്കാരെയും കൊണ്ട് നാട്ടിലേക്ക് വരികയായിരുന്ന IX 1344 എയർ ഇന്ത്യ വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും തെന്നി നീങ്ങി. പൈലറ്റ് ദീപക് സാത്തയും ഫസ്റ്റ് ഓഫീസർ അഖിലേഷ് കുമാറുമടക്കം 20ഓളം യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വേദന നിറഞ്ഞ വാർത്തയാണ് നാം ഓരോരുത്തരും കേട്ടത്. രാത്രി 7:41 വലിയ ശബ്ദത്തോടെയായിരുന്നു അപകടം നടന്നത്. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. കൊറോണ എന്ന മഹാമാരി നിറഞ്ഞാടിയിരുന്ന സാഹചര്യമായിരുന്നിട്ട് പോലും ദുരന്തത്തിൽപ്പെട്ടവരെ സ്വന്തം വണ്ടികളിൽ ആശുപത്രികളിൽ എത്തിക്കാൻ നാട്ടുകാർ കാണിച്ച നല്ല മനസ്സ് ആർക്കും മറക്കാൻ സാധിക്കാത്തതാണ്. ആശുപത്രികൾക്ക് മുന്നിൽ രാത്രി ഏറെ വൈകിയും രക്തദാനത്തിനായി വരി നിന്ന കോഴിക്കോട്ടുകാരെയും കരിപ്പൂർ എയർപോർട്ടിലെ സാഹചര്യങ്ങൾ മൂലം കണ്ണൂർ എയർപോർട്ടിലേക്ക് വഴിതിരിച്ചുവിട്ട വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകി സഹായത്തിനെത്തിയ കണ്ണൂരുകാരും ഒക്കെ മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലാത്ത മലയാളികൾക്ക് ഉത്തമ ഉദാഹരണമാണ്. ഒരു പകർച്ചവ്യാധിക്കും തളർത്താനാകാത്ത നന്മയുടെ ഉത്തമ മാതൃകയുടെ ഫലമാണ് ഈ 3 ജില്ലകളിലെയും ആളുകളുടെ സംയോജിതമായ ഇടപെടലുകൾ. രാജമല ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് മറ്റൊരു അപകടം കൂടി നടന്നിട്ടും ഒട്ടും തന്നെ പകച്ചു നിൽക്കാതെ കനത്ത മഴയെ അവഗണിച്ചാണ് കരിപ്പൂരിൽ രക്ഷാപ്രവർത്തനം നടന്നത്. സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടം ആയിരുന്നിട്ട് കൂടി ഏകദേശം 2.5 മണിക്കൂറുകൾ കൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചത് മനുഷ്യത്വം മാറാത്ത മലയാളികളുടെ മനസ്സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നമസ്കാരം. COVID-19 വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുള്ളതാണ്. കോവിഡ് കാലം നമ്മളെ ഏറെ പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ മാനുഷിക ബന്ധത്തിന് പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതല്ല കോവിഡ്. രാജപുരം കോവിഡ് രോഗത്തെ പേടിച്ച് പാമ്പുകടിയേറ്റ കുഞ്ഞിനെ രക്ഷിക്കാതെ മാറി നിന്നാൽ 1.5 വയസ്സുകാരിയുടെ ജീവൻ പോലും അപകടത്തിലാകും. ബീഹാറിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുടുംബത്തിലെ ബാലികയ്ക്ക് പാമ്പുകടിയേറ്റപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ നോക്കാതെ രക്ഷാപ്രവർത്തനം നടത്തി CPM നേതാവും അയൽവാസിയുമായ ജിനൽ മാത്യു. അകത്തു കയറി കുഞ്ഞിനെ രക്ഷിച്ചാൽ താനും ചിലപ്പോൾ കോവിഡ് പോസിറ്റീവ് ആകും. ഒരു സെക്കൻഡ് ഈ ചിന്ത മനസ്സിലൂടെ പോയെങ്കിലും കാസർകോട്ടെ പാണത്തൂർ വട്ടക്കയത്തെ കീച്ചേരി വീട്ടിൽ ജിനൽ മാത്യു കുട്ടിയുടെ ജീവന് തന്നെയാണ് മുഖ്യ പ്രാധാന്യം നൽകിയത്. 21-ന് രാത്രി 8:30 സംഭവം. കുട്ടിയുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ജിനൽ മാത്യു അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. കുഞ്ഞിനെ പാമ്പ് കടിച്ചെന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ വീട്ടിൽ കയറി കുഞ്ഞിനെ വാരിയെടുത്ത് ആംബുലൻസ് ഡ്രൈവറായ സുഹൃത്തിനെ വിളിച്ചു. 1/2 മണിക്കൂർ 44 കിലോമീറ്റർ താണ്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി. അപ്പോഴേക്കും കുഞ്ഞ് അത്യാസന്ന നിലയിലായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ കൊറോണ ICU ഇല്ലാതിരുന്നതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. വിഷമിറങ്ങാനുള്ള മരുന്ന് നൽകിയതോടെ കുട്ടി അപകടനില തരണം ചെയ്തു. കുഞ്ഞിന് കോവിഡ് പോസിറ്റീവായതോടെ വീട്ടിലെ മുറിയിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയാൻ തീരുമാനിച്ചു. 4-5 മാസമായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പലർക്കും തന്റെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റിയ അവസരമായിരിക്കും അല്ലേത്. ചിലർ പാചകത്തിൽ, മറ്റു ചിലർ ആർട്സ്, ക്രാഫ്റ്റ്, എഴുത്ത്, അങ്ങനെ പല രീതിയിൽ. എന്റെ 2 സുഹൃത്തുക്കൾ അശ്വിൻ ആൻഡ് ദേവിക, അവർക്ക് കൊറോണ എക്സ്പ്രസിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ വിരലുകളാണെങ്കിലോ രസം ഇത്തിരി കൂടും അല്ലേ. അപ്പൊ നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ.
വന്നിപ്പോൾ നാട്ടുകാർക്ക് മൊത്തം കൊറോണയെ പറ്റി പറയാനേ നേരമുള്ളൂ. അതുപോലെ 2 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആരൊക്കെയാണെന്നോ? ഭാഗ്യശ്രീയും താരയും. അവർക്ക് കൊറോണയെ പറ്റി എന്താ പറയാനുള്ളതെന്നറിയോ? കേട്ടിട്ടോ? മനസ്സ് നന്നാവട്ടെ. 21-ാം നൂറ്റാണ്ടിന്റെ കൗമാരത്തിലൂടെയും 2020-ന്റെ യൗവനത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം. COVID-19 മഹാവ്യാധി ജനജീവിതം താറുമാറാക്കാൻ തുടങ്ങിയിട്ട് 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2019-ന്റെ അന്ത്യനാളുകളിലാണ് ചൈനയിലെ വുഹാനിൽ നോവൽ കൊറോണ വൈറസ് അഥവാ SARS-CoV-2 എന്ന പുതിയ ഇനം വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കീഴടക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും ബ്രസീലും ഇറ്റലിയും അറബ് രാഷ്ട്രങ്ങളും തന്റെ വരുതിയിലാക്കി ഇന്ത്യയിലും വൈറസ് സംഹാര താണ്ഡവം തുടരുകയാണ്. ലോകത്താകമാനം ലക്ഷക്കണക്കിന് ജീവനുകൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൊറോണ അപഹരിച്ചു കഴിഞ്ഞു. ശാസ്ത്രലോകം പ്രതിരോധ വാക്സിനുകൾക്കായുള്ള ഭഗീരഥ പ്രയത്നത്തിലുമാണ്. ഏഷ്യയിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. കോവിഡ് പോസിറ്റീവ് കേസുകളുടെ കണക്കിൽ ലോകത്ത് തന്നെ 3ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നതും ഭീതിജനകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം അടച്ച് സമ്പർക്കം തടയാനുള്ള ശ്രമങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സമ്പർക്ക കേസുകൾ അനുദിനം വർദ്ധിക്കുന്നത് മനുഷ്യ മനസ്സിനെ ആശങ്കയിലാഴ്ത്തുന്നു. ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും പോലീസും സന്നദ്ധ പ്രവർത്തകരും എന്തിന് നാം ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോവിഡ് വ്യാപനത്തിനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 2020 അതിന്റെ യൗവനത്തിലാണെങ്കിലും ലോക സമ്പദ് വ്യവസ്ഥയെ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ലോക്ക്ഡൌണും കടകമ്പോളങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ കീഴ്മേൽ മറിക്കുന്നു. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും രോഗികൾ കൂടി വരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരുടെ ചികിത്സയും സംരക്ഷണവും മറ്റാവശ്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും തുടങ്ങി ചിലവുകളുടെ ഒരു നീണ്ട നിര തന്നെ അധികൃതരുടെ മുന്നിലുണ്ട് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട്. ജനജീവിതം സ്തംഭനാവസ്ഥയിൽ ആയതോടുകൂടി സാമ്പത്തിക മേഖലയുടെ കാര്യത്തിലും ഇടിവ് സംഭവിച്ചു കഴിഞ്ഞു. COVID-19 മഹാവ്യാധി ജനജീവിതത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കോവിഡ് ചെലുത്തിയ സമ്മർദ്ദം വളരെ വലുതാണ്. മുഖാവരണവും സാനിറ്റൈസറുകളും ഹാൻഡ് വാഷും നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വ്യക്തിജീവിതത്തിലും ഏറെ മാറ്റങ്ങൾ ഈ കാലയളവിനുള്ളിൽ കൊറോണ കൊണ്ടുവന്നു കഴിഞ്ഞു. തീർച്ചയായും ഈ കൊറോണ കാലം നമ്മെ ഒട്ടനവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രകൃതി സ്നേഹിയുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ പ്രകൃതി ഇന്ന് ഏറെ സുന്ദരിയാണ്. കുന്നുകൂടിയ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും മലിനമായ വായുവിൽ നിന്നും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും അവൾ ഒരു പരിധിവരെ മോചിതയായിരിക്കുന്നു. ഓസോൺ പാളിയുടെ വിള്ളൽ താനെ അടഞ്ഞിരിക്കുന്നു. പ്രകൃതി പച്ചപ്പണിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മനുഷ്യരിലേക്ക് വരാം. ഈ കോവിഡ് കാലഘട്ടം ജനജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ദിനചര്യയിൽ തന്നെ കാര്യമായ പരിവർത്തനം കൊണ്ടുവന്നിരിക്കുന്നു. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പേരിന് മാത്രമായിരുന്ന ജനങ്ങൾ ഇന്ന് സാനിറ്റൈസറുകളോടും ഹാൻഡ് വാഷുകളോടും വലിയ ചങ്ങാത്തത്തിലാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ടൗണുകളെ അഭയം പ്രാപിച്ചിരുന്നവർ ഇന്ന് മിതത്വം ശീലിച്ചിരിക്കുന്നു. ഫാസ്റ്റ് ഫുഡ് ജീവിതത്തിന്റെ ഭാഗമായിരുന്നവർ ഇന്ന് ജൈവികതയിലേക്കും പഴമയുടെ രുചിക്കൂട്ടിലേക്കും ഒരു മടങ്ങിപ്പോക്കിനൊരുങ്ങുന്നു. ജോലി കഴിഞ്ഞ് വീടണയാൻ ഏറെ വൈകുന്നവർ ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ തുടങ്ങിയിരിക്കുന്നു. മദ്യപാനം തന്റെ പരമമായ ലക്ഷ്യമാണെന്ന ചിന്താഗതിക്കാരിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അനുദിനം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന വാഹനാപകട വാർത്തകൾക്കും ഒരു പരിധിവരെ കുറവ് വന്നിരിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിൽ സ്നേഹവും സമാധാനവും കൈവന്നിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളും ഈ കൊറോണ കാലം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കൊറോണ വൈറസ് എന്ന മഹാവിപത്തിനെ തുരത്താൻ കൃത്യമായ വ്യക്തിശുചിത്വത്തിലൂടെയും മാസ്കുകളുടെയും സാനിറ്റൈസറുകളുടെയും കൃത്യതയാർന്ന ഉപയോഗത്തിലൂടെയും സാമൂഹിക അകലത്തിലൂടെയും നമുക്ക് കഴിയണം. അകലം പാലിക്കാം, കൂടുതൽ അടുക്കാനായി. നന്ദി. COVID-19, the pandemic, has completely upturned our daily routine and made sanitizers, masks, checkups, and quarantine a part and parcel of our life. The term the new normal emphasizes the ability of humans in adapting to all situations. We are social animals who can adapt, fortunately or unfortunately, to all kinds of circumstances. After the lockdown started, we realized the joy of working with colleagues and how it reduced the work stress.
we realized the joy of studying with friends and teachers and how that maintained an equilibrium between learning and having fun. We realized the joy of being able to walk around freely, breathing in the air and taking in the energy that surrounds us in the form of other living beings. We realize the importance of that little smile that we give and take when we spot an acquaintance on our way. How wonderful it was to see different people and their different faces with different kinds of smile without the barrier called mask. During these lockdown or pandemic days, we are starting to realize the importance of these little things that we had taken for granted in our fast and tedious lives. Sitting down in the same row, discussing about random things, laughing about absolutely nothing, has got families more closer than ever. Who knew friends whom we thought we had lost contact with were just a ring away? The relatives who called only to know our results and what our future plans were was just waiting for us to call back when we were free. Who would have thought that one mango tree or just one jackfruit tree was enough to feed an entire family for a whole month or two? And it's not just one type of dish. The list goes on till all your taste buds are satisfied and pampered. Even though during these times of suffering, let us all find a ray of light that brightens us and gives others hope. After all, we are humans and we can and we will overcome all types of problems and adapt to all situations, since that is what we ought to do. Live. വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും സമയം ചെലവഴിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയായിരിക്കും അല്ലേ? എന്റെ ചില സുഹൃത്തുക്കളുടെ ലോക്ക്ഡൌൺ വിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ? ഒബീഡിയൻ ജോക്കി അലീന സെബാസ്റ്റിനോടൊപ്പം ലോക ജനതയെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്ന കൊറോണ വൈറസ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അധികം കാലമൊന്നും ആയില്ല. ലോക്ക്ഡൌൺ എന്ന് നാം വിളിക്കുന്ന നാം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പലർക്കും പല അനുഭവങ്ങളാണ്, പല തിരിച്ചറിവുകളാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാലയം, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ടീച്ചേഴ്സ്, മറ്റ് പല കാര്യങ്ങളും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും മുഖാമുഖം കണ്ട നാളുകൾ വരെ അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഇന്ന് ഈ കൊവിഡിയൻ ഡയറി പാർട്ട് 2 നാം പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ചില സുഹൃത്തുക്കളുടെ കൊറോണ കാലത്തെ അനുഭവങ്ങളും ചില പാളിച്ചകളും ചില തിരിച്ചറിവുകളുമാണ്. കോളേജ് ഒരു ബിഗ് മിസ്സിംഗ് ആണ് എല്ലാവർക്കും. പിന്നെ ആ ടൈമിലുള്ള ഫ്രണ്ട്സ് ക്ലാസ് ഇരിക്കുന്നത്, ലൈബ്രറി പോകുന്നത്, ഏറ്റവും ക്ലാസ് മിസ് ചെയ്യുന്നത്, ക്ലാസ്സിൽ നിന്ന് ചുമ്മാ സംസാരിക്കുന്നത്. പിന്നെ മിസ്സിംഗ് എന്ന് പറഞ്ഞാല് പുറത്തു പോകുന്നത്, ടൗണിൽ പോകുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ മിസ്സിംഗ് ആവട്ടെ, മിസ്സിംഗ് ആണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനൊരു പോസിറ്റീവ് ആയിട്ട് കാണും. അതില് പിന്നെ ഈ കൊറോണ കാലത്ത് നീ എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം ഫാമിലി. ഇവിടെ വീട്ടിലെ ചെറിയ പണികളൊക്കെ ഈ പറഞ്ഞ ഉണ്ടല്ലോ, അതെ, ചെയ്യാൻ പറ്റുന്ന പണികൾ ജനറൽ കമ്പിക്കെല്ലാം പേരിച്ചു ഒരുമിച്ച് കൂടിയിരുന്ന് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഫാമിലി നല്ലൊരു ഇതായിരുന്നു ലോക്ക്ഡൌൺ സമയത്ത്. മെയിനായിട്ട് കോളേജ് ലൈഫ്. കോളേജിൽ കാല് വെച്ചിട്ട് വലിയ അപ്പത്തേക്ക് കൊറോണ വന്ന് എല്ലാം ഫ്ലോപ്പായി. NSS ക്യാമ്പ് സത്യം അത് വലിയ മിസ്സിംഗ് ആയിരുന്നു. കോളേജ് ഹോസ്റ്റൽ ലൈഫ് ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്തത്. എന്താ നമുക്കെല്ലാം മിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നൊരു ഇതുണ്ടായില്ല. ആ ചെറിയ നമ്മൾ കുക്കിംഗ് ഒക്കെ കുറെ പഠിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ്. പിന്നെ എന്താ വീടൊക്കെ വൃത്തിയാക്കി വെക്കാനായിട്ട് ഒരു വലിയ എക്സ്പീരിയൻസ് കിട്ടി. കോളേജൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. ലോക്ക്ഡൌണിൽ എന്റെ ഒരു പൂച്ചനെ കാണാൻ പോയിട്ടുണ്ട്. അതെന്റെ അമ്മമ്മ മരിച്ചുപോയി. അപ്പൊ ഞാൻ അമ്മയും അമ്മേനെ വിട്ടേ ഉള്ളു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നില്ല. കൊറോണ കല്യാണം കൂടാൻ പറ്റി. 50 പേര് മാത്രം ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും കാണാനല്ലേ അധികം ആൾമാർ ആശുപത്രി പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്. അതെ, ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ ഓടി ഹോസ്പിറ്റലോട്ട് ചെല്ലുന്ന ഒരു ടെൻഡൻസി മാറിയാണ്. അങ്ങനെ ഒരുപാട് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ കൊറോണ കാലഘട്ടം മുൻപോട്ട് നീങ്ങുകയാണ്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഒരു നന്മയെങ്കിലും കണ്ടെത്താൻ നമുക്ക് ഏവർക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടും തീരാതെ കൊറോണ വിശേഷങ്ങൾ. ഒരു ഭാഗത്ത് സ്വജീവൻ പണയം വെച്ച് കൊറോണയ്ക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടം ജനങ്ങൾ, മറുഭാഗത്താണെങ്കിലോ പരിശ്രമങ്ങളെ വിഫലമാക്കുന്ന ചെയ്തികളും. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, മനുഷ്യൻ ഒറ്റക്കെട്ടാണ്, എന്തിനും ഏതിനും. ജീവന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. എങ്കിലും ഒരാപത്ത് വന്നാൽ സഹായഹസ്തങ്ങൾ ഒരുപാടുണ്ട്.
ആരോഗ്യ പ്രവർത്തകരും അധികാരവർഗങ്ങളും ഒപ്പം ഞങ്ങൾ ജനങ്ങളും ഒരുമിച്ച് പോരാടുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡ്, നീ ഓർക്കുക, മാനവർ ഒരുമിച്ചാണ്. ഈ ഒത്തൊരുമയുടെ മുന്നിൽ നീ മുട്ടുകുത്തുന്ന ഒരു ദിനം വന്നെത്തുക തന്നെ ചെയ്യും.